ഹലോ, അസ്സാം വലൈക്കും. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു വറവാട്ടാ. ഇത് ചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് താളിക്കാൻ വേണ്ടിയിട്ട് നെയ്യ് വറന്ന് വെളിച്ചെണ്ണ വറന്ന് അതിനകത്ത് കടുക് ഇട്ടേ. വറവ് ആക്കാൻ പോകുന്നത് എന്തെല്ലാമെന്ന് പറഞ്ഞാൽ വഴുതനങ്ങയും വെണ്ടയ്ക്കും ഇത് രണ്ടും കൂടിയിട്ടേ വറക്കുന്നത്. വഴുതനങ്ങ ഞാൻ എൻ്റെ പറമ്പത്ത് നട്ടുണ്ടാക്കിയ തൊടിയിൽ നിന്ന് പറിച്ചെടുത്ത വഴുതനങ്ങ. ഇഷ്ടംപോലെ വഴുതനങ്ങ ഉണ്ട്. 2 ചെടിയേ ഉള്ളൂ. എനിക്ക് വഴുതനങ്ങ പറിച്ചിട്ടും തിന്നിട്ടും മതിയായി, അത്രയും വഴുതനങ്ങ ആയിന്. അപ്പോൾ ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്, പൊടിയുപ്പ് അധികമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പോൾ കുറച്ച് കല്ലുപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അധികം കൂടുതലായിപ്പോൾ. അതുകൊണ്ട് കുറച്ച് കല്ലുപ്പും കൂടി ഇട്ടിട്ട് ഇതൊന്ന് വറുത്ത്. നല്ല അടിപൊളി സാധനം കേട്ടോ. വഴുതനങ്ങയും വെണ്ടയ്ക്കും ചെറിയ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂട്ടിയിട്ട് നല്ലോണം വറുത്ത് തിന്നാൽ നല്ല ഈ ശോധന ഇല്ലാത്തവർക്കെല്ലാം നല്ല ശോധന ഉണ്ടാവും. ഈ മലബന്ധമുള്ളവർക്കെല്ലാം ഇത് ഭയങ്കര നല്ലതാണ്. എന്നോടൊരു വൈദ്യർ പറഞ്ഞതാണ്. വഴുതനങ്ങയും വെണ്ടയ്ക്കും കൂടി ചെറിയ ഉള്ളിയും കൂടിയിട്ട് വറുത്തിട്ട് തിന്നാണ്. അപ്പോൾ ഇത് നല്ലൊരു സാധനം കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളാരും അങ്ങനെ പച്ചക്കറി തിന്നൂല. അപ്പോൾ ഇത് ഞാൻ ഉച്ചയ്ക്ക് ചോറിന് ബദലായിട്ട് ഞാൻ ഈ വഴുതനങ്ങ തിന്നാം, ഈ വറവ തിന്നാം. അപ്പോൾ ചോറ് കഴിക്കൂല. ചോറിന് ബദലായിട്ട് ഒരു പ്ലേറ്റ് നിറയെ ഈ വറവ് തിന്നാൽ എനിക്ക് ചോറ് കഴിച്ച ഒരു പ്രതിദിനായി വയറ് നിറഞ്ഞ്. അതുകൊണ്ട് ഞാൻ ഇതന്നെയാണ് കഴിക്കാറ്. വഴുതനങ്ങയും വെണ്ടയ്ക്കും ഒരു ഹാഫ് ഭാഗമാകുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് കുറച്ച് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല ഒന്നാം തരം വറവ് റെഡിയായി. പിന്നെ ഇതാണ് ഉച്ചക്ക് എൻ്റെ ഭക്ഷണം. ഇതാ വറവ് റെഡിയായിട്ടുണ്ട്. ഇതാ എൻ്റെ ഉച്ചഭക്ഷണം. ഞാൻ ചോറ് വയ്ക്കില്ല, വെറും ഈ വറവ് മാത്രമേ തിന്നൂ. ഇനി എന്തെങ്കിലും രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാലായി. അപ്പോൾ ഇത് വൈനിങ്ങയും വെണ്ടയ്ക്കും കൂടിയുള്ള വറവ് നല്ലതാണ്. വെറുതെ ചോറ് തിന്നിട്ട് കാർബോഹൈഡ്രേറ്റ് വെറുതെ ശരീരത്തെ കയറ്റിനെ കൊണ്ടൊരു പ്രയോജനമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഒന്ന് പ്രയത്നിച്ച് നോക്കുക. നല്ല അടിപൊളി സാധനം, ആരോഗ്യത്തിന് നല്ലതാണ്. ഇനിയൊരു വീഡിയോ വരുന്നവരെ അസ്സലാമു അലൈക്കും. എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.